പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താരസംഘടനയെ നയിക്കാൻ ശ്വേതാ മേനോൻ എത്തുകയാണ്. വനിതകളുടെ സാരഥ്യം ശ്വേത മാത്രമല്ല, കുക്കു പരമേശ്വരനുമുണ്ട്. AMMA പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 3 പതിറ്റാണ്ടിനിടയിലെ ആദ്യ വനിതാ പ്രസിഡന്റ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. അനൂപ് ചന്ദ്രനെ പിന്തള്ളി ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുന്നു. ലേബി സജീന്ദ്രനും അർജുൻ മട്ടന്നൂരും സജോ ദേവസ്യയുമാണ് നമുക്കൊപ്പമുള്ളത്. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. ഏറ്റവും സന്തോഷമുള്ള വാർത്ത, AMMA എന്ന വനിതാ നേതൃത്വത്തിലേക്ക് എത്തുന്ന താരസംഘടന, അതാണ് നമ്മൾ കാണുന്നത്. വിവാദങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന പെൺകരുത്തല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. തീർച്ചയായും 3 പതിറ്റാണ്ട് നീളുന്ന AMMയുടെ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രം കുറിച്ചുകൊണ്ട് വനിതാ നേതൃത്വം വന്നിരിക്കുന്നു, വനിതാ അധ്യക്ഷ വന്നിരിക്കുന്നു, വനിതാ ജനറൽ സെക്രട്ടറി വന്നിരിക്കുന്നു. തീർച്ചയായും AMMA ഏത് കാരണങ്ങൾ കൊണ്ടാണോ ഭരണസമിതിയെ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടേണ്ടി വന്നത് അതിനെല്ലാം ഉള്ളൊരു മറുപടിയായിട്ട് തന്നെ ആയിരിക്കും ഈ പുതിയ ഭരണസമിതിയെ ഇനി AMMA ഉയർത്തി കാണിക്കുക. കാര്യം ശ്വേതാ മേനോൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. നമ്മൾ രാവിലെ സംസാരിക്കുമ്പോഴും ഒരു അവസരം തരൂ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നാണ് രാവിലെ ശ്വേത പ്രതികരിച്ചത്. ആ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാനുള്ള അവസരമാണ് ഇപ്പോൾ അംഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തുടക്കം കുറേ വോട്ടുകളിൽ കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. 12% വോട്ടിംഗ് നില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഒരു ആശങ്ക തുടക്കത്തിൽ, കൗണ്ടിങ്ങിന്റെ തുടക്കത്തിലൊക്കെ 2 വിഭാഗങ്ങളിലും അല്ലെങ്കിൽ മത്സരാർത്ഥികളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. എങ്കിൽ പോലും തുടക്കം മുതൽ ശ്വേതയ്ക്ക് മുന്നേറ്റമായിരുന്നു. പ്രസിഡന്റായി ശ്വേതാ മേനോൻ, വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയ, ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ. സ്ത്രീകളുടെ പൂർണ്ണമായ ഒരു മേധാവിത്വം ആദ്യമായി AMMA എന്ന താരസംഘടനയ്ക്ക് വരികയല്ലേ. ഇനിയിപ്പോൾ അമ്മയെന്ന് വിളിക്കേണ്ടി വരുമല്ലോ. പറഞ്ഞുകൊണ്ട് മോഹൻലാൽ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ വന്നുകൊണ്ടാണ് ശ്വേത ഇപ്പോൾ വിജയ കൊടി പാറിച്ചിരിക്കുന്നത്. ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരുമ്പോൾ തീർച്ചയായും ഇനി അങ്ങോട്ട് ഒരുപാട് ആരോപണങ്ങൾക്കുള്ള മറുപടി പൂർണ്ണമായും വനിതകൾ സാരഥികളായി വരുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് താരസംഘടനയിൽ നമ്മൾ കാണുന്നത്. ഇക്കാര്യത്തിൽ വോട്ട് നില നമ്മൾ പരിശോധിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിയാണോ ഈ വിജയം? സുജയ, വോട്ട് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ AMMയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായി വനിതാ നേതൃത്വം AMMയിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റാകുന്നു. അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആവുന്നു. നേരത്തെ തന്നെ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വിജയിക്കുന്നു. അത്തരത്തിൽ ഉള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ തന്നെ വനിതകൾ എന്നത് AMMയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. പല ആരോപണങ്ങൾ നേരിട്ട സംഘടനയാണ്, പല വിവാദങ്ങളുണ്ടായ സംഘടനയാണ്. ഒരു ഘട്ടത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ, വനിതാ താരങ്ങൾ വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെയാക്കി സംഘടനയിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു സംഘടന രൂപീകരിച്ച ചരിത്രമുണ്ട്. അന്നൊന്നും തന്നെ ഇത്തരമൊരു നടപടിയിലേക്ക്, ഇത്തരമൊരു നീക്കത്തിലേക്ക് AMMക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് ചരിത്രത്തിലാദ്യമായി 30 വർഷം പിന്നിടുമ്പോൾ AMMയെ ഇനി 3 വർഷം നയിക്കാൻ പോകുന്നത് വനിതകളാണ്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരൻ നയിക്കും. അതോടൊപ്പം തന്നെ അൻസിബ ഹസൻ അടക്കമുള്ളവരും ആ നേതൃനിരയിലുണ്ടാവും. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരും. എന്തായാലും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വലിയ ആരോപണങ്ങൾ, വലിയ വിവാദങ്ങളൊക്കെ തന്നെ വന്നെങ്കിൽ പോലും അവസാനം AMMയിലെ ഭൂരിപക്ഷം ആളുകളും ഈ വനിതാ താരങ്ങളെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര വോട്ടുകൾ ലഭിച്ചു? ആര് പറഞ്ഞു? ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇതുവരെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വിട്ടിട്ടില്ല. അല്ല, ഒരു വനിതാ തലപ്പത്ത് വരികയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഡെഫിനറ്റ്ലി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പുതിയൊരു അമ്മ ഫോം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ നല്ലൊരു പ്രതീക്ഷയോടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ട് എന്താണെങ്കിലും സന്തോഷമാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ ശ്വേത വിജയിച്ചു എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വന്നത്. അത് വെറുതെ വന്നിട്ടുള്ള വാർത്തകളാണ്. ഇനി റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. സപ്പോസ് ശ്വേതയാണ് വിജയിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആര് വിജയിച്ചാലും അമ്മ സുരക്ഷിതമായിരിക്കണം. അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. വനിതകൾ തലപ്പത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം 30 കൊല്ലമായി ഒരു വനിത അമ്മ ഭരിച്ചിട്ട്. അപ്പോൾ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോകും. സുജി, അങ്ങനെ തന്നെയാണ്. ഈ ഫലം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ താരങ്ങൾ ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും തന്നെ ഈ റിസൾട്ട് കൃത്യമായി അറിയാം. നേരത്തെ ഉഷാ ഹസീന അടക്കമുള്ള പ്രതികരിച്ചിരുന്നു. ആ വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോപണങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് AMMയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉഷാ ഹസീന അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ
റിസൾട്ട് വന്നിരിക്കുന്നു, ശ്വേതയും കുക്കും വിജയിച്ചിരിക്കുന്നു. ഒരുപാട് ആരോപണങ്ങളൊക്കെ നിങ്ങളതിനെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോൾ സംഘടനയിൽ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഈ ആരാണോ പുതിയ കമ്മിറ്റി വരുന്നത് അവർ ഞങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരും. അതാണ് ഫസ്റ്റ് അവരുടെ മുമ്പിലുള്ള ടാസ്ക്. അത് നല്ല രീതിയിൽ അവർ ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. യോഗങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിക്കണം എന്നൊരാവശ്യം നിങ്ങൾ ഉന്നയിക്കും അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞല്ലോ. അത് സംഘടന അത് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ട നീതി നടപ്പാക്കി തരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി. പൂർണ്ണമായും ഒരു ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. വനിതകളെ ഈ അംഗങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുക്കുന്നു. ഒരു വനിത എന്ന നിലയിൽ എന്ത് പറയും? വളരെ സന്തോഷമുള്ള കാര്യമാണ്. വനിതകൾ വരണമെന്ന് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത്. പിന്നെ അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ടത്. സുജി, അത് തന്നെയാണ് എല്ലാവരും നേരത്തെ ആരോപണം ഉന്നയിച്ചവരും പരാതി പറഞ്ഞവരും ഒക്കെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പുതിയ നേതൃത്വത്തെ പൂർണ്ണമായും അംഗീകരിക്കും. നേരത്തെ ബാബുരാജ് നമ്മളോട് സംസാരിച്ചിരുന്നു. ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അംഗീകരിക്കുന്നു, AMMയ്ക്ക് ഒപ്പമുണ്ടാകും, മറ്റൊരു പുറത്ത് പോകുന്ന ഒരു സാഹചര്യമേ ഇല്ല എന്നാണ് നേരത്തെ ബാബുരാജ് അടക്കമുള്ള പറഞ്ഞത്. അത്തരത്തിൽ പൂർണ്ണമായും ഐക്യത്തോടു കൂടി ഈ നേതൃത്വത്തിന് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ അംഗങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ആരോപണം ഉന്നയിച്ച വനിതാ താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും AMMയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി വനിതാ നേതൃത്വം വരുന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റാകുന്നു, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമാകുന്നു. സുജയ.